ഏർലി ബേർഡ് ഇംഗ്ലീഷ് കോഴ്സിന്റെ ആദ്യ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ഒന്നാമത്തെ വാചകം കണ്ടപ്പോഴേ അതിൽ ഒരു അവയവം, നമ്മുടെ ഗ്രാമർ വേർഡ്, കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാ സെൻറ്റൻസിലും കാണുമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിൽ ഒരു വാക്ക് പോലും ഈ സെൻറ്റൻസിൽ ഇല്ല. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ളതിൽ നമ്മൾ ഗ്രാമർ വേർഡ് എന്ന് പറയുന്നതിൽ ഒന്നുമില്ല. അപ്പോൾ അതൊരു വൈകല്യമല്ലേ, ഒരു കുറവല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു അംഗവൈകല്യമല്ലേ, ഡോക്ടറെ കാണിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്തു? ഗ്രാമർ ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് കുഴപ്പമില്ല, ഒരു ഗുളിക കൊടുത്താൽ മാറുന്ന പ്രശ്നമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്ത് ഗുളിക, ഏത് ഗുളിക എന്ന് പറഞ്ഞു. NOT എന്നൊരു ഗുളിക കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഡോക്ടർ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. ആ ഗുളിക കൊടുത്തപ്പം ഈ വാചകം, ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ള വാചകം ഒന്ന് പിടഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പുതിയ അവയവം കിളിച്ചു വന്നിരിക്കുന്നു. ആ ഗ്രാമർ വേർഡ് കിളിച്ചു വന്നിരിക്കുന്നു. ആ സെൻറ്റൻസ് മാറിയിട്ട് ഹി ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് മാറിയിരിക്കുന്നു. ആ വാചകം ഡസ് വന്നു. അപ്പം ഞാൻ ഡോക്ടറെ ചോദിച്ചു, ഇത് എങ്ങനെ അറിയാം? ഇത് ഇങ്ങനെ ഡസ്സിലുണ്ടായിരുന്നു, നോട്ട് കൊടുത്താൽ മതി എന്നെങ്ങനെ അറിയാം? ഡോക്ടർ പറഞ്ഞു, അത് പ്ലേ എന്നല്ലേ ആ വാക്ക്, അതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്ലേസ് എന്നല്ലേ, ഒരു എസ് ഉണ്ടല്ലോ, അത് ഡസിൻ്റെ എസ് ആണ്. ഡസ് അതിനകത്ത് മറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ 4 അക്ഷരമുള്ളതിൽ 3 അക്ഷരമേ മറിഞ്ഞുള്ളൂ. എസ് മറിഞ്ഞില്ല, എസ് പുറത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പ്ലേസ് എന്നുള്ളതിൽ എസ് കണ്ടപ്പോൾ മനസ്സിലായി, ഇതിന് ഈ ഗ്രാമർ വേർഡൊക്കെ അതിനകത്തുണ്ട്, ഈ അവയവമൊക്കെ അതിനുണ്ട്, അത് മറിഞ്ഞിരിക്കുകയാണ്. ഈ നോട്ട് എന്നുള്ള ഗുളിക കൊടുത്താൽ അത് പുറത്ത് വരും എന്ന് മനസ്സിലായി, കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഹി ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. ഓ ശരി ശരി. അപ്പോൾ എസ്, ഒരു വെർബിൻ്റെ അവസാനം എസ് വന്നാൽ അത് ഡസ് ഉണ്ടെന്നാണ് അർത്ഥം, മറിഞ്ഞിരിക്കുകയാണ്. നോട്ട് കൊടുത്താൽ ഇങ്ങനെ ഇറങ്ങി വരും. ഓ കറക്റ്റ്, ഓക്കെ, കിട്ടി. അങ്ങനെ എല്ലാം ശരിയായി. ഇതിന് പുറമെ 35ഓളം ഇംഗ്ലീഷ് വെർബുകളിൽ ഡിഡ് എന്ന വാക്ക് അലിഞ്ഞുപോയി. അങ്ങ് അലിഞ്ഞു പോയപ്പോൾ അതിൻ്റെ നിറവും രൂപവും ഭാവവും എല്ലാം മാറി. പക്ഷെ അങ്ങ് അലിഞ്ഞുപോയി. അപ്പോൾ അതിൻ്റെ അവസാനം ഡി ഒന്നും ഇല്ല. കാരണം ഡിഡ് ഇത് സാധാരണ എപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക്, അങ്ങനെ ഉപയോഗിച്ചാണ് ഈ വാക്കും ഡിഡും തമ്മിൽ ഒന്ന് ചേർന്ന് അങ്ങ് ഫ്യൂസ്ഡ് ആയി പോയത്. അങ്ങനെ 10-35 വാക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ വാക്കുകൾ പഠിച്ചു വയ്ക്കണ്ടേ? പഠിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, എളുപ്പമാണ്. കാരണം ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്, നിത്യം ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് ഈ മാറ്റം ഉണ്ടായത്. അപ്പോൾ അവയ്ക്കകത്ത് ഡിഡ് ഇരിക്കുന്നുവെന്ന് കണ്ടുപിടിക്കാൻ അവസാനം ഡി ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ വാക്കിൻ്റെ പാസ്റ്റ് ആണോ നോക്കിയാൽ മതി. ഇനി പാസ്റ്റ് ഒന്നും കണ്ടുപിടിക്കാൻ വിഷമിക്കണം, നമുക്കറിയാവുന്ന വാക്കുകളല്ലേ. ഇപ്പം സിറ്റ്, അതിൻ്റെ പാസ്റ്റ് എന്താ? സാറ്റ്. അപ്പോൾ അതിൽ നിന്നുണ്ട്, ഡിഡ് ഉണ്ട്. അപ്പോൾ ഹി സാറ്റ്സ് ദെയർ എന്ന് പറയുന്നു. അയാൾ അവിടെ ഇരുന്നില്ലെങ്കിൽ ഹി ഡിഡ് നോട്ട് സിറ്റ് ദെയർ. ഡിഡ് നമ്മളിങ്ങനെ ഊരിയെടുത്തു. ഇതെന്തിനാണ് ഊരിയെടുക്കുന്നത്? വാക്ക് അവിടെ ഇരുന്നാൽ പോരെ. അതിൻ്റെ കാരണമുണ്ട്. നമ്മൾ ഏതെങ്കിലും സെൻറ്റൻസിൽ നോട്ട് ചേർക്കണമെങ്കിൽ നമ്മൾ ഈ ഹാങ്ങറോ ഒക്കെ തൂക്കാനായിട്ട് ആണി അടിക്കത്തില്ലേ ഭിത്തിയിൽ, അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഈ നോട്ട് ചേർക്കണമെങ്കിൽ ആ സെൻറ്റൻസിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാമർ വേർഡ് ഏതെങ്കിലും ഉണ്ടാവണം. ആ ഗ്രാമർ വേർഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഈ ആ ഗ്രാമർ വേർഡ് ഇല്ലെങ്കിൽ നോട്ട് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ ഈ ഡു ആൻഡ് ഡസിൻ്റെ ഇതൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് പുറത്തെടുക്കാൻ കാര്യം. നോട്ട് ചേർക്കണമെങ്കിൽ ഇത് വേണം, ഈ ഗ്രാമർ വേർഡുകൾ വേണം. അങ്ങനെ ഈ ചില നമ്മൾ എന്നും ഉപയോഗിക്കുന്ന വാക്കുകളിൽ, ഞാൻ പറഞ്ഞ പോലെ എന്നും ഉപയോഗിക്കുന്ന വാക്കുകളിൽ അതിൽ ഡിഡ് ഉള്ളപ്പം കാണാൻ ഒക്കത്തില്ല. ആ വാക്കുകൾക്കൊരു രൂപവ്യത്യാസം ഉണ്ടാവും. സിറ്റ് സാറ്റ് ആയില്ലേ, കം കെയിം ആയില്ലേ, റൺ റാൻ ആവില്ലേ, അല്ലേ? സേ സെഡ് ആവില്ലേ, ടെൽ ടോൾഡ് ആവില്ലേ. അങ്ങനെ 10-35 വാക്കുകളേ ഉള്ളൂ. അതെല്ലാം നമുക്ക് അറിയാവുന്ന വാക്കുകൾ. അതിൻ്റെ പ്രസന്റും പാസ്റ്റൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചതാണ്. അതൊന്നും ഇനി രണ്ടാമത് പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ പണ്ടേ പഠിച്ച കാര്യങ്ങളൊന്നും ഇനി പഠിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒന്ന് ഓർമ്മിച്ചാൽ മതി. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിൽ ഡിഡ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്ന വാക്ക് എന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഒരു വാക്കുണ്ട്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. ആ വാക്കിൽ ഡിഡ് ഉണ്ട്.
പക്ഷെ ഡിഡ് ആ വാക്കിനകത്ത് അങ്ങ് അലിഞ്ഞ് ചേർന്നിട്ട് ആ വാക്കിന്റെ രൂപം ആർക്കും തിരിച്ചറിയാൻ കഴിയാതെ കംപ്ലീറ്റ് ആ രൂപം മാറിപ്പോയി. ആ വാക്കറിയാമല്ലോ എല്ലാവർക്കും, ഗോ ആണ്. ഗോ, അതിൽ ഡിഡ് ചേർന്നപ്പോൾ അത് വെന്റ് ആയി. ടോട്ടലി ഡിഫറൻറ്റ്, തിരിച്ചറിയാനൊക്കത്തില്ല. ഇതിന്റെ കാരണം ഞാൻ ഇനി ഒരിക്കലും പറയാം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പം ദേ വെന്റ് ടു സ്കൂൾ, അവർ പോയില്ലെങ്കിൽ ദേ ഡിഡ് നോട്ട് ഗോ. നമ്മൾ ഡിഡ് മാറ്റിയല്ലോ, പിന്നെ അവിടെ ഗോ അല്ലേ ഉള്ളൂ. ദേ ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ എന്ന് പറയാം. ഓക്കെ.